നമസ്കാരം. വരാഹി, പ്രത്യാങ്കിര, തിരസ്കരണി, ബഹ്ലാമുഖി തുടങ്ങിയ ദേവതകളും മറ്റ് നിരവധി ദശമഹാവിദ്യകളും മുഖ്യധാര ദേവതകളല്ല. ഈ ദേവിമാർ ഒട്ടുമിക്കതും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആരാധിക്കുന്നതാണ്. ശ്രീവിദ്യ ഉപാസന അല്ലെങ്കിൽ കുറഞ്ഞത് ലളിത സഹസ്രനാമ പാരായണം ഇല്ലാത്ത വ്യക്തികൾക്ക് സാധാരണയായി ഈ ദേവതകളുടെ ശക്തിയെക്കുറിച്ച് അറിയണം എന്നില്ല. ഇതിനാൽ ഈ ദേവതകളെ അധികം പിന്തുടരുന്നില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ശ്രീ ലളിതാംബികയെ പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം. വളരെ കുറച്ച് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ കാഞ്ചി കാമാക്ഷി, തിരുമേയച്ചൂർ ലളിതാംബിക പോലെ വരാഹി, രാജമാതങ്കി വിഗ്രഹങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പതുക്കെ നാം അധികം അറിയപ്പെടാതെ ദേവതകളെ കൂടുതൽ ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാഹി ദേവിയെ ഇതേപോലെ കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ പ്രത്യാങ്കിര ക്ഷേത്രത്തിൽ നാം പ്രവേശിച്ച ഉടനെ കാണുന്ന ദേവതയാണ് വരാഹി ദേവി. പുരാതന ക്ഷേത്രങ്ങളിൽ ചോഴ രാജാക്കന്മാർ നിർമ്മിച്ച തഞ്ചാവൂർ പെരിയവ കോവിൽ പ്രധാന കവാടത്തിൽ പ്രവേശിച്ച ഉടനെ ഇടതുവശത്ത് വരാഹി ദേവിയുടെ സാന്നിധ്യമുണ്ട്. ലളിതാംബികയുടെ സേനാധിപതി ആയതിനാൽ ദേവിയെ പ്രാർത്ഥിച്ചാൽ ശത്രുക്കളിൽ നിന്നും രക്ഷ ലഭിക്കുകയും കൂടാതെ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുകയും ചെയ്യും. ദേവിയെ ഭദ്രയായും സരസ്വതിയായും ലക്ഷ്മിയായും ആരാധിക്കുന്നതുമാണ്. ഇതിനാൽ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ആദ്യം പ്രത്യക്ഷത്തിൽ അനുഭവം ലഭിക്കുന്നത് തുടക്കത്തിൽ തന്നെ കടം ഇല്ലാതെയാകുന്നു എന്നതാണ്. സമ്പൽ സമൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഇതിനാൽ എപ്രകാരം ദേവിയെ ആരാധിക്കണം, ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും വജ്രഘോഷം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ദേവിയെ ആരാധിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാത്തരം തടസ്സങ്ങളും ദുഷിച്ച കർമ്മങ്ങളും ഊർജങ്ങളും, അതായത് ദുഷിച്ച കർമ്മങ്ങളാൽ വന്നു ചേർന്നിരിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളെയും നീക്കം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഊർജസ്വലതയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. സമ്പത്തിന്റെ ഒഴുക്ക് നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. ക്രമേണയുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഏകാഗ്രത നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ പോലും ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് ഏതൊരു കാര്യവും പറയുവാൻ സാധിക്കും. സംസാരത്തിലൂടെയും ബുദ്ധിയിലൂടെയും സ്വയം ആകർഷക ശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെയും സമീപിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ശുദ്ധമായ ഹൃദയത്തോടെ ദേവിയെ നിങ്ങൾ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധമായ ഹൃദയ ഭക്തിയും വൃത്തിയും കൊണ്ട് ദേവി സംതൃപ്തിയാകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകണം. അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചതായ ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം. വീടുകളിൽ നിങ്ങൾ വരാഹി ദേവിയെ ആരാധിക്കുകയാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ശുദ്ധി നിർബന്ധം തന്നെയാണ്. നിത്യവും ദേവിക്ക് വിളക്ക് തെളിയിക്കണം. മനഃപൂർവ്വം ദേവിക്ക് വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ദേവിക്ക് പ്രത്യേകം വിളക്ക് തെളിയിക്കുന്നവരുടെ കാര്യമാണ് ഈ പരാമർശിക്കുന്നത്. നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് തുടർന്നും ചെയ്തു പോരുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്രകാരം നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ തീർച്ചയായും ദേവിയെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കുകയാണ് എങ്കിൽ പോലും ഫലം വന്നു ചേരും. ദേവിക്കായി പ്രത്യേകം വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. അതിന് നിങ്ങൾ ചിത്രം വയ്ക്കണം എന്നില്ല. ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. സാധിക്കുന്നവർ ചെയ്യുക. ഇരിക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് ദേവിയുടെ വയ്ക്കുവാൻ ഏറ്റവും ശുഭം. സൗമ്യമായ ഭാവത്തിലുള്ള ചിത്രം തന്നെ വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ചിത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് വരാം. അത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ചിത്രങ്ങൾ നിങ്ങൾ പൂർണ്ണമായും പൂജാമുറിയിൽ നിന്നും
ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ചിത്രങ്ങൾ പൊടി പിടിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക. ഇനി ധനം വന്നു ചേരുവാൻ, ധനപരമായ ഉയർച്ച വന്നു ചേരുവാൻ ശ്രദ്ധിക്കേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെളുപ്പിന് 5 മണിക്ക് മുൻപായി തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ നിത്യവും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. 8 മണി മുതൽ 10 മണി വരെയുള്ള സമയം, അതായത് രാത്രി 8 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ ഒരേ സമയത്ത് തന്നെ നിത്യവും ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിത്യവും ചെയ്യുകയാണ് എങ്കിൽ ആ സമയമാകുമ്പോൾ തന്നെ ദേവിയുടെ സാന്നിധ്യത്താൽ നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ നിത്യവും ചെയ്യുന്ന വ്യക്തികൾക്ക് ദേവിയുടെ കടാക്ഷം നിലനിൽക്കും, അഥവാ ദേവിയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പൂക്കൾ സമർപ്പിക്കുന്നവർ നിത്യവും പൂക്കൾ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് നിത്യവും സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദേവിയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളായ പഞ്ചമി, പൗർണമി നാളുകളിലാണ് എങ്കിലും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. അപ്രകാരം ചെയ്യുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ്. പ്രത്യേകിച്ചും ദേവിക്ക് ചുവന്ന ചെമ്പരത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ വിശേഷം തന്നെയാണ്. സാധിക്കുന്നവരാണ് എങ്കിൽ മാതളത്തിന്റെ അല്ലി അല്ലെങ്കിൽ മാതളം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ദേവിക്ക് ഇപ്രകാരം സമർപ്പിക്കുവാൻ ഏവർക്കും സാധിക്കണം എന്നില്ല. അങ്ങനെയാണ് എങ്കിൽ മുൻപ് പരാമർശിച്ച പഞ്ചമി, പൗർണമി നാളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങളിലോ ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതാണ് മാതളം. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. സ്ത്രീകൾ, കുട്ടികളെ ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. ആ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ബഹുമാനം നൽകുക. കുട്ടികളെയും ഉപദ്രവിക്കുകയോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുകയോ ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാണ്. കുളിക്കാതെ, ശുദ്ധിയില്ലാതെ ഒരിക്കലും നിങ്ങൾ ഇരിക്കുവാൻ പാടുള്ളതല്ല. ശുദ്ധിയോടെ തന്നെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ വാക്കുകൾ നാവിൽ വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അർഹമായ ആഗ്രഹങ്ങൾ മാത്രം ദേവിയോട് നിങ്ങൾ ആവശ്യപ്പെടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ദേവിയെ ഒരിക്കലും നിങ്ങൾ പരീക്ഷിക്കുവാൻ പാടുള്ളതല്ല. വരാഹി മന്ത്രങ്ങൾ എല്ലാം തന്നെ ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ജപിക്കുന്നതിലൂടെ പെട്ടെന്ന് ഫലസിദ്ധി വന്നു ചേരും എന്നതാണ് വാസ്തവം. വരാഹി മന്ത്രം ജപിക്കുന്നവരുടെ പാതയിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കുകയും സർവ ഐശ്വര്യങ്ങളും അഥവാ സമ്പൽ സമൃദ്ധി നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് പറയുക. ഇത് ഏവരുടെയും അനുഭവം തന്നെയാണ്. മൺവിളക്കിൽ ചതുരാകൃതിയിലുള്ള ചെറിയ കടും നീല നിറത്തിലുള്ള തുണിയെടുത്ത് അതിൽ കുറച്ച് വെള്ള കടുകിട്ട് ഒരു കിഴി കെട്ടാം. ഈ കിഴി മൺചിരാതിലിട്ട് എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് വരാഹി ദേവിയുടെ അനുഗ്രഹം നാൾക്ക് നാൾ ഇരട്ടിക്കുന്നതിന് സഹായകരമാണ്. ധനം കൈകളിലേക്ക് വന്നു ചേരും. അതിനാൽ നിത്യവും മുടങ്ങാതെ ഈ കാര്യം ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് വിശേഷപ്പെട്ടതായ ഫലം നൽകും. കൂടാതെ ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുക. ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രമാണ്. 108 ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം. അതിനായി അല്പസമയം നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി ഒട്ടും സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയെങ്കിലും ഈ മന്ത്രജപം നിത്യവും മുടക്കം കൂടാതെ നിങ്ങൾ ജപിക്കുക. തീർച്ചയായും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരും. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം തന വസങ്കരി ധനം വർഷയ സ്വാഹ എന്നാണ് മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം തന വസങ്കരി ധനം വർഷയ സ്വാഹ എന്നാണ് മന്ത്രം. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി
ശ്രീം ധന വസങ്കരീധനം വർഷയ സ്വാഹ. ഈ മന്ത്രം തീർച്ചയായും ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും.